Hi friends, welcome back to MCS Online. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഫ്ലെക്സ് ബാനറാണ് ഡിസൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ മുമ്പ് ഒരു മെഡിക്കെയർ എന്ന് പറഞ്ഞ ബ്രാൻഡിന് വേണ്ടിയിട്ട് ബ്രോഷർ അതുപോലെ വിസിറ്റിംഗ് കാർഡൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ ബ്രാൻഡിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് ബാനറാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. 15 അടി വിടുത്തും അതുപോലെ 8 അടി ഹൈറ്റുള്ള ഒരു സൈസിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 15 അടി എന്ന് പറഞ്ഞാൽ 15 ഫീറ്റ് വിടുത്ത് അതുപോലെ 8 ഫീറ്റ് ഹൈറ്റ്. ഫ്ലെക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫീറ്റിലാണ് അതിൻ്റെ സൈസ് പറയാം. അപ്പോൾ ഫീറ്റ് എന്നുള്ള യൂണിറ്റ് ഫോട്ടോഷോപ്പിൽ ഉണ്ടാവില്ല. പിക്സൽ ഉണ്ട്, ഇഞ്ച്, സെൻറ്റിമീറ്റർ ഒക്കെ ഉണ്ട്, പക്ഷേ ഫീറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം എന്തിനും നമുക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു ഫീറ്റ് എന്ന് പറഞ്ഞാൽ 12 ഇഞ്ചാണ്. അപ്പോൾ 15 ഫീറ്റ് എന്ന് പറഞ്ഞാൽ 15 ഇൻറ്റു 12 ആണ്. അതുപോലെ 8 ഫീറ്റ് എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 12 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം കാൽക്കുലേറ്റർ ഓപ്പൺ ആക്കി നോക്കാം. കാൽക്കുലേറ്ററിൽ ജസ്റ്റ് കാൽക്കുലേറ്റർ ഓപ്പൺ ആക്കി 15 ഇൻറ്റു 12 ഈക്വൽ ടു 180. അപ്പോൾ ഈ സൈസാണ് ഇതിൻ്റെ വിടുത്തായിട്ട് വരിക. നമുക്ക് വിടുത്ത് എന്ന് പറയുന്നത് 180 ടൈപ്പ് ചെയ്തു. അതുപോലെ 8 അടി ഹൈറ്റ്, 8 അടി എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 12 ഈക്വൽ ടു 96 ആണ് ഇതിൻ്റെ വിടുത്ത് വരിക. ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 96 കൊടുക്കും. അപ്പോൾ ഇതാണ് 15 8 എന്ന് പറഞ്ഞാൽ ഇതാണ് 180 96. പിന്നെ റെസൊല്യൂഷൻ നമ്മൾ 72 ആണ് കൊടുക്കുക. ഫ്ലെക്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് 72 ആണ് റെസൊല്യൂഷൻ കൊടുക്കുക. ബാക്കി എല്ലാ പ്രിൻറ്റിങ് വർക്കുകൾക്കും നമ്മൾ 300 ആണ് കൊടുക്കുക. ഫ്ലെക്സിൻ്റെ കേസിൽ മാത്രം നമ്മൾ 72 ആണ് കൊടുക്കാറുള്ളത്. അതിൽ 300 കൊടുത്താൽ നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ തന്നെ പറ്റില്ല, ബിഗ് സൈസ് ആയതുകൊണ്ട് 72 മതി. പിന്നെ അതുപോലെ ഏത് പ്രിൻറ്റിങ് വർക്ക് ആണെങ്കിലും ഇതിൽ കളർ മോഡ് CMYK ആണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സൈസ്. ഇനി ഞാൻ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ 15 അടി വിടുത്തും അതുപോലെ 8 അടി ഹൈറ്റുള്ള പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിലൊരു ഇമേജ് കൊണ്ടുവരാം. ഇമേജ് ഞാനിവിടെ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്തു, ഈ ഒരു ഇമേജ് ഓപ്പൺ ചെയ്തു. ഓക്കെ, അതിന് ശേഷം ഈ ഒരു ഇമേജ് എടുത്തിട്ട് പേജിലേക്ക് കൊണ്ടുവരാം. അതിൻ്റെ സൈസൊക്കെ ഒന്ന് കൂട്ടി വെച്ചു. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്യുന്നത്. ഒരു സിംഗിളായിട്ടുള്ളൊരു ഇമേജ്, ഒരു ക്യാപ്ഷൻ, പിന്നെ അതുപോലെ ബ്രാൻഡ് നെയിം, അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു ബാനറാണ്. അപ്പോൾ ഈ ഒരു ഇമേജ് ഞാനിതിൽ പ്ലേസ് ചെയ്തു. ഓക്കെ, ഇനി ബാക്ക്ഗ്രൗണ്ട് കളർ, പുതിയൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാനായിട്ട് ബാക്ക്ഗ്രൗണ്ടിൻ്റെ നേരെ മുകളിൽ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. Ctrl+Shift പ്രസ് ചെയ്തതിന് ശേഷം പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്തു. അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, അതിന് ശേഷം ഇവിടെ ഐ ഡ്രോപ്പർ ടൂൾ എടുക്കുക. ഐ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടൂൾ സെലക്ട് ചെയ്യാൻ പറ്റും. ഐ ഡ്രോപ്പർ ടൂൾ എടുത്തതിന് ശേഷം ആ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ പിക്ക് ചെയ്തു. ആ ഒരു സെയിം കളർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലെയറിലേക്ക് ഫില്ല് ചെയ്യുക. Alt+Backspace പ്രസ് ചെയ്തിട്ട് ആ സെയിം കളർ പുതിയൊരു ലെയറിലേക്ക് ഞാൻ ഫില്ല് ചെയ്തു. ഇനി എന്തെങ്കിലും ഇതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ എറേസർ എടുത്തതിന് ശേഷം ഈ ഒരു ഇമേജിൻ്റെ എഡിച്ച് നിങ്ങൾക്ക് ഇവിടെ ചെറുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് എറേസർ എടുത്തതിന് ശേഷം ഒന്ന് എറേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇതൊരു ബാക്ക്ഗ്രൗണ്ടായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റുകൾ കൊണ്ടുവരാം. ടെക്സ്റ്റ് ഞാൻ ഓൾറെഡി ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മലയാളം ആയതുകൊണ്ട് ഞാൻ ടൈപ്പ് ഇറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കോപ്പി ചെയ്തിട്ട് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാം. ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യാം. ദെൻ എവിടെയാണോ ടെക്സ്റ്റ് വേണ്ടത് ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു. ദെൻ Ctrl+V പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല, കാരണം നമ്മൾ മുമ്പ് സെലക്ട് ചെയ്ത കളറിലാണ് ഇത് വന്നിട്ടുള്ളത്. അതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ കളറിനായിട്ട് ഞാൻ ഈ ഒരു ഇമേജിലുള്ള ഏതെങ്കിലും ഈ ഒരു കളർ തന്നെ ഞാൻ പിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ കളർ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലീഷിലാണ് കാണുന്നത്, നമ്മൾ മലയാളമാണ് കോപ്പി ചെയ്തത്. അപ്പോൾ മലയാളം ഫോണ്ടിലേക്ക് നമുക്കതിനെ ചേഞ്ച് ചെയ്യണം. അതിനായിട്ട് ഞാൻ മുകളിൽ ഫോണ്ട് സെക്ഷനിൽ സെലക്ട് ചെയ്തു. ഇവിടെ ഞാൻ MLKV ഫോണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഇതിൽ ഞാൻ MLKV റിംന റെഗുലർ എന്ന് പറഞ്ഞ ഈ ഒരു ഫോണ്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു ഫോണ്ടിലേക്ക് മാറിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത ലൈനിലാക്കാം. ഇതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇത്രയും സൈസ് കൂട്ടി. അതേപോലെ ഫോണ്ട് സൈസ് കൂട്ടിയതിന് ശേഷം നമുക്കിതിൻ്റെ
ലൈൻ സ്പേസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ലൈൻ സ്പേസ് ഓട്ടോ മാറ്റിയിട്ട് കുറച്ച് സൈസ് മതി. ഓക്കെ, ഇത്രയും മതി. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ലോഗോ അതുപോലെ ബാക്കി കാര്യങ്ങളിൽ ബാക്കി ടെക്സ്റ്റുകൾ കൊണ്ടുവരാം. മെഡിക്കെയർ ഇൻ്റർനാഷണൽ, ഇത് ഞാൻ വീണ്ടും ടൈപ്പ് ടൂൾ എടുത്തതിന് ശേഷം ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു, കൺട്രോൾ വി പ്രസ് ചെയ്തു. ഇതിൻ്റെ ഫോണ്ട് സൈസ് കുറച്ചും ചെറുതാക്കി വെച്ചു. ബ്രാൻഡ് നെയിമാണ്, അത് മലയാളത്തിൽ എഴുതിയെന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കളർ ഞാനൊരു സാധാ. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ലോഗോ ആണ്. ലോഗോ നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുമ്പ് ചെയ്ത ആ ഒരു വർക്ക് ഞാൻ ഓപ്പൺ ചെയ്യാണ്. മുമ്പ് ചെയ്ത ആ ഒരു ഓക്കെ, മുമ്പൊരു വിസിറ്റിംഗ് കാർഡും അതുപോലെ ബ്രോഷറും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ യൂസ് ചെയ്ത അതേ സെയിം ലോഗോ ഞാനിവിടേക്ക് കോപ്പി ചെയ്യാണ്. ഓക്കെ, ചെയ്തിട്ടു ഇതിനൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. കൺട്രോൾ ടി അടിച്ചതിന് ശേഷം സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ടെക്സ്റ്റുകളൊക്കെ നമുക്ക് ഒരേ അലൈൻമെൻറ്റിൽ ചെയ്യാം. ഞാൻ കൺട്രോൾ 6 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൂളർ ആക്റ്റീവ് ആക്കാൻ പറ്റും. ഈ റൂളറിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ ഇതുപോലെ ഗൈഡ് ലൈൻസ് ആഡ് ചെയ്യാൻ പറ്റും. ഇതിന് നമ്മൾ ഗൈഡ് ലൈൻ എന്നാണ് പറയാം. അതായത് അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഗൈഡ് ലൈൻസ് യൂസ് ചെയ്യുന്നത്. ഗൈഡ് ലൈൻ ഇതുപോലെ ആഡ് ചെയ്തു. ഈ ഗൈഡ് ലൈൻ അനുസരിച്ച് ടെക്സ്റ്റ് അലൈൻ ചെയ്തു. അതേപോലെ താഴെ ഉള്ള ടെക്സ്റ്റുകൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ അതുപോലെ ഈ ഒരു ഗൈഡ് ലൈനിലേക്ക് അലൈൻ ചെയ്യാം. ഈ ലോഗോ അതുപോലെ തന്നെ ലോഗോവും നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഗൈഡ് ലൈനിലേക്ക് അറേഞ്ച് ചെയ്യാം. ലോഗോൻ്റെ സൈസ് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് കൂട്ടാം. ഓക്കെ, അപ്പോൾ മെഡിക്കെയർ ഇൻ്റർനാഷണൽ എന്നുള്ളത് ആദ്യം നമുക്കിതിനെ ഈ ഒരു സെയിം മെഡി എന്നുള്ളതിൻ്റെ കളറിലേക്ക് ചേഞ്ച് ചെയ്യാം. മെഡി എന്നുള്ള ഈ ഒരു കളറിലേക്ക് ചേഞ്ച് ചെയ്തു. അതുപോലെ കെയർ എന്നുള്ളത് ഈ ഒരു ഗ്രീൻ ടൈപ്പ് കളറിൽ ഈ ഗ്രീൻ കളറിലേക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ടെക്സ്റ്റുകളും കൂടി കൊണ്ടുവരാം. ബാക്കി വരുന്നത് ഇതിൻ്റെ അഡ്രസ്സ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തു, കോപ്പി ചെയ്യാം. കോപ്പി, അത് ഞാൻ ടൈപ്പ് ടൂൾ എടുത്തതിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഫോണ്ട് കളറ് ചേഞ്ച് ചെയ്യാം. ഫോണ്ട് കളർ ഈ ഒരു കളർ തന്നെ സെലക്ട് ചെയ്തു. സെയിം കളറ് പിക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ അതിൻ്റെ ഫോണ്ട് ഇപ്പോൾ മലയാളം ഫോണ്ടാണ് സെലക്ട് ആയിട്ടുള്ളത്. അത് മാറ്റിയിട്ട് ഒരു ഞാനിവിടെ ഡിഫോൾട്ടായിട്ടുള്ള മര്യാദ പ്രോ എന്നുള്ള ഫോണ്ടിലേക്ക് മര്യാദ പ്രോ റെഗുലർ എന്നുള്ള ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, അതിന് ശേഷം അതിൻ്റെ സൈസ് ഫോണ്ട് സൈസ് ഒന്ന് ചെറുതാക്കി കൊടുക്കുക. അതേപോലെ ഫോണ്ട് സൈസ് അതുപോലെ അതിൻ്റെ ലൈൻ സ്പേസ് ഞാൻ ഓട്ടോ ഒന്ന് കൊടുത്തു. സൈസ് നമുക്കൊന്നുകൂടി ചെറുതാക്കാം. ഓക്കെ, ഇതുപോലെ ചെയ്യാം. ഈ ഒരു അഡ്രസ്സ് നമുക്ക് ഈ ഒരു മെഡിക്കെയർ ലോഗോൻ്റെ അതേ ഒരു അലൈൻമെൻറ്റിലേക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഓക്കെ അതുപോലെ താഴെ ഒരു ഗൈഡ് ലൈൻ ആഡ് ചെയ്തു. ഇതേ ഒരു അലൈൻമെൻറ്റിൽ വരുന്ന രൂപത്തിൽ ടെക്സ്റ്റ് ഇതിൻ്റെ മിഡിൽ വരുന്ന രൂപത്തിൽ ഇതിൽ ഫില്ലാക്കണമെങ്കിൽ നമുക്കൊന്ന് സൈസ് കൂട്ടി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ബാനർ ഈ ഒരു ഫ്ലെക്സ് ഇത്രയാണ് വരുന്നത്. ഈ ടെക്സ്റ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് സെൻറ്ററിലേക്ക് വെക്കാം, അല്ലെങ്കിൽ അവിടെ തന്നെ നോക്കാം. ഇനി വേണമെങ്കിൽ നമുക്കിത് ഇവിടെ ചെറിയൊരു ഡിവൈഡർ നമുക്ക് ആഡ് ചെയ്യാം. ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്തു. ഷേപ്പ് ടൂളിൽ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തതിന് ശേഷം ചെറുതായിട്ടൊരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. അതിന് ശേഷം അതിൻ്റെ കളർ അതിൻ്റെ ഫിൽ കളർ നണ്ണ് കൊടുക്കും. സ്ട്രോക്ക് വേണ്ട, ഫിൽ കളർ ഞാൻ
ഈ ഒരു സെയിം കളർ പിക്ക് ചെയ്യും. ഈ കളറിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു സെയിം കളർ ഒന്ന് പിക്ക് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതിന് ശേഷം അതിൻ്റെ തിക്നെസ് നമുക്കൊന്ന് ചെറുതാക്കാം. Ctrl+T പ്രസ് ചെയ്തതിന് ശേഷം ഇത്രയും ചെറുതായിട്ട് മതി. അതേപോലെ ഇതിന് ഈ ഒരു കുറച്ചും കൂടി ഒന്ന് ഹൈറ്റ് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കാം. ഇത് ഇതിൻ്റെ സെൻട്രലായിരിക്കണം. മെഡിക്കെയർ ഇൻ്റർനാഷണൽ എന്നുള്ള ഈ ലോഗോ ഉണ്ട്. ഈ ഒരു 2 ഗൈഡ് ലൈൻ്റെ സെൻട്രലായിട്ട് കീപ്പ് ചെയ്യാം. ഇതിൻ്റെ സ്പേസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള വലിയ ബാനറുകൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അലൈൻമെൻറ്റ് അത്രയും നിങ്ങൾ കറക്റ്റ് ചെയ്യണം. കാരണം ഇത് വലിയ സൈസിൽ വരുന്ന സമയത്താണ് നമുക്ക് ആ മിസ്റ്റേക്ക് പെട്ടെന്ന് മനസ്സിലാവാം. അപ്പോൾ അലൈൻമെൻറ്റ് നിങ്ങൾ ഗൈഡ് ലൈനുകൾ ആഡ് ചെയ്തിട്ട് അത്രയും കറക്റ്റായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ അതുപോലെ നമുക്കിവിടെ വ്യൂവിൽ പോയിട്ടുണ്ടെങ്കിൽ പ്രിൻ്റ് സൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കൊടുത്താൽ ഏകദേശം ഒരു പ്രിൻ്റ് സൈസിൽ കാണാം. ഇത് കറക്റ്റ് ഇതിൻ്റെ ഒരു പ്രിൻ്റ് സൈസ് അല്ല, എന്നാലും ഏകദേശം ഒരു സൈസ് നമുക്കിവിടെ അറിയാൻ പറ്റും. പ്രിൻ്റ് സൈസ് കൊടുത്താൽ ഇതിന് മാക്സിമം സൂം ചെയ്തിട്ടുള്ളൊരു സ്ക്രീനിലായിരിക്കും ഇത് കാണുന്നുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ അലൈൻമെൻറ്റൊക്കെ ഞാൻ സൂം ചെയ്തതിന് ശേഷം മാക്സിമം സൂം ചെയ്തതിന് ശേഷം അലൈൻമെൻറ്റൊക്കെ കറക്റ്റ് ചെയ്യുക. കാരണം ഫ്ലെക്സ് ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ചെറിയ മിസ്റ്റേക്കുകൾ നമുക്കിത് വലിയ ബാനറിൽ പ്രിൻ്റ് ചെയ്ത് വരുന്ന സമയത്താണ് ആ മിസ്റ്റേക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.